സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായർ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ്. ഇന്ന് ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, 2-3 വിഷയത്തെക്കുറിച്ച് എൻ്റെ ജൽപ്പനങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ വളരെ എളിമയോടെ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം നമുക്ക് മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ 3ാമത്തെ പീഡന കേസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നിൽ രാജ്യരാമനും അദ്ദേഹത്തെ ഒളിവിൽ പോകാനായിട്ട് ഉള്ള അവസരം കൊടുക്കാതെ തൂക്കിയെടുത്ത് കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ റിപ്പീറ്റ് കൾപ്രിറ്റ് ആണെന്നുള്ള മട്ടിൽ ജാമ്യം കൊടുക്കാതെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ട് തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. തെളിവെടുപ്പെന്ന് പറഞ്ഞാൽ ഈ 3ാമത്തെ പരാതിക്കാരി സ്വന്തമായിട്ട് ബുക്ക് ചെയ്ത ഒരു ഹോട്ടൽ അവനെ വിളിച്ചു വരുത്തി അവനെ കൊണ്ട് പീഡിപ്പിച്ചെന്നൊക്കെ അതിൻ്റെ ഭാഷ്യം. ആ ഹോട്ടൽ മുറിയിൽ ചെന്ന് തെളിവെടുക്കുക എന്തോന്നപ്പാ ഇത് ഹോട്ടൽ മുറിയിൽ ചെന്ന് എന്തോന്ന് തെളിവെടുക്കണം, കട്ടിലിൻ്റെ സൈസാണ് ഇതൊരു പ്രഹസനമായിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവിനെ, യുവ നേതാവിനെ താറടിക്കുന്നതിൽ ഭരണകക്ഷിക്കുള്ള ആവേശം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇതിൻ്റെ കേസുകൾ കൊടുക്കുക. ഇതിൻ്റെ പേരിൽ പ്രോസിക്യൂഷൻ തൊട്ട് സർക്കാർ ലക്ഷങ്ങൾ ചിലവാക്കും. ഈ ചിലവാക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം പാർട്ടി ഫണ്ടിലേക്ക് പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ സുപ്രീം കോടതി വരെ ഏറ്റവും വലിയ പ്രഗത്ഭമായ വക്കീലന്മാരെ ഹയർ ചെയ്ത് കേസ് നടത്തും. തോക്കുമെന്ന് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഈ കേസ് നടത്തുന്നതൊക്കെ കൂടി കാര്യമായിട്ടുള്ള സാമ്പത്തിക ലാഭം ഭരിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞാൻ നിങ്ങളോടത് പങ്കുവയ്ക്കുകയാണ്. അടുത്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, വീണ്ടും ഞാൻ പലതവണ പറഞ്ഞതാണ്, ചൈനയെ ഇപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുക. ആക്ച്വലി അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയണ, ഈ ഒരു ലോബിയിങ് പാർട്ടികളെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ വ്യക്തമായ രൂപമില്ല. അപ്പോൾ അതിനിടയ്ക്ക് കേൾക്കുന്നത് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ ഇന്നലെ RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നാഗ്പൂരിൽ വന്ന് സംഘ നേതാക്കളെ കണ്ടിരിക്കുന്നു. അപ്പോൾ സാധാരണ RSS ചൈനയുടെ കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവർ തമ്മിലും സഖ്യത്തിലാണോ? നമ്മുടെ രൂപ ഇങ്ങനെ താഴോട്ട് പോകുന്നത്, നമ്മുടെ GDP വളർച്ച 8% ലോക റെക്കോർഡാണ്. പക്ഷേ നമ്മുടെ രൂപയുടെ മൂല്യം താഴോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ചൈനയുമായിട്ടുള്ള ട്രേഡിലുള്ള അതിഭീകരമായ അവർക്ക് അനുകൂലമായിട്ടുള്ള സർപ്ലസാണ്. ചൈനയുടെ ടോട്ടൽ സർപ്ലസിനെ കുറിച്ച് ഇന്ന് പത്രവാർത്തകളൊക്കെ ഉണ്ട്. അത് ബഹുകോടികളിൽ, അതായത് ലോക റെക്കോർഡായി തീർന്നിരിക്കുക. അപ്പോൾ ആ തരത്തിൽ ചൈനയെ ഏതൊരു വിധത്തിലും ഹർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉദ്ദേശമില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. അതല്ലാതെ ചൈനയുമായിട്ടൊരു യുദ്ധം ചെയ്ത് ജയിച്ചപ്പോൾ നമ്മൾ അവരെ പിടിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്ന് അത്ര എളുപ്പത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. അത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഈയിടയ്ക്ക് തന്നെ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ പത്രത്തിലുണ്ടായിരുന്നു, കാശ്മീരിൽ നമ്മുടെ ഡിസ്പ്യൂട്ടഡ് ഏരിയ കാശ്മീർ പാകിസ്ഥാൻ്റെ കൺട്രോളിലിരിക്കുന്നിടത്ത് ചൈന മാസീവ് കൺസ്ട്രക്ഷൻ നടത്തുന്നു. നമ്മളതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ ചൈനയുടെ ഭയങ്കര എന്താ പറയുക, ആക്ഷേപകരമായ മറുപടി, ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്താ കാര്യം. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ ജനിച്ചെന്ന് പറഞ്ഞിട്ട് ചൈനയിൽ പോകാനായിട്ട് വിസ കൊടുക്കുക, ആ ഏരിയ അവരുടേതാണ്. ഒരു തരത്തിലും ഈ അതിർത്തി തർക്കം ഒതുക്കാനായിട്ട് അവർക്ക് ഉദ്ദേശമില്ല. അതിനിടയ്ക്ക് അതായത് ചൈനയെ പ്രീണിപ്പിക്കാനായിട്ട് എന്താണ് കാരണമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ സംശയം ഞാൻ നിങ്ങളോട് വീണ്ടും പങ്കിടുകയാണ്. പിന്നെ ഒരു കാര്യം, എനിക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാശ്മീർ. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം 5-6 കൊല്ലം അവിടെ ആയിരുന്നു. കാശ്മീരിന് ഈ പറയുന്ന അവരുടെ ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞ ഒരു സംസ്ഥാന പദവി ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഉള്ളതുപോലെ കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ, അത് കൊടുക്കണമെന്ന് സുപ്രീം കോടതി കർക്കശമായി പറയും. പക്ഷേ ഒരു തരത്തിലും അത് കൊടുക്കാനായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അവർ ഇപ്പം അവിടെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ, അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ BJPയുടെ അധികാരത്തിലല്ല എന്നുള്ളതാണ് ഇഷ്യൂ. ഒരു തരത്തിലും ഒരു സൗഹാർദ്ദമൊക്കെ തന്നെ അവർ എപ്പോഴും നാഷണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ പറയാം.
പക്ഷേ അതിന് സ്റ്റേറ്റ് ഹുഡ് കൊടുക്കാതെ ഇങ്ങനെ എത്ര കാലം നീട്ടിക്കൊണ്ട് പോകും? ഇത് തികച്ചും എന്താ പറയുക ശ്രദ്ധവ്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പോൾ ഇതാ ലോക രാഷ്ട്രീയ രംഗത്ത് ഇറാൻ വലിയ വാർത്തയായിരിക്കുന്നു. ഇറാനിലിത് ഞാൻ ശരീരനായ പുരത്ത് കുഞ്ഞബ്ദുള്ളയുമായിട്ട് 1.5 മാസം ഇറാൻ മുഴുക്കെ ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അവരെ ഒരു 10-50 കൊല്ലം ഒരു എന്താ ഫണ്ടമെൻ്റൽ ഇസ്ലാമിൻ്റെ റൂളല്ലാതെ തരത്തിൽ ഭരണം ആസ്വദിച്ചെന്ന് പറയാനില്ല. രാജാവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സോർട്ട് ഓഫ് എന്താ മൗലിക അവകാശങ്ങളുടെ ധ്വംസനമൊന്നുമില്ലാതെ അതിന് മുമ്പ് തന്നെ ആക്ച്വലി വളരെ കാര്യമായിട്ടുള്ളൊരു പാർലമെൻ്ററി ഡെമോക്രസി ഉണ്ടായിരുന്നു. അവിടെ പ്രധാനമന്ത്രിയായിരുന്ന മൊസഡാക്കിനെ അതിക്രൂരമായി ഈ പറയുന്ന അമേരിക്കയുടെ CIA വധിച്ചു. അതിൻ്റെ തലവൻ ഇന്നത്തെ തന്തമുഷ് മുഹമ്മദ് മുഷ് അല്ല, അദ്ദേഹം തന്തമുഷായിരുന്നു അതിൻ്റെ ആ യജ്ഞത്തിൻ്റെ തലവൻ തന്നെ. അപ്പോൾ കുളം ആക്കുക ഇറാനിനെ, അതായിരുന്നു അവരുടെ അന്നത്തെ ഉദ്ദേശം. അതിനുശേഷം ഇപ്പം അത് തിരിച്ചടിച്ചു. ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഫണ്ടമെൻ്റൽ അധികാര വർഗമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചത് അമേരിക്കയുമായിട്ട് അവർക്ക് സാധാരണ ഇറാനിയൻ അമേരിക്കക്കാരുമായിട്ട് ഏതൊരു വിധത്തിലുള്ള വലിയ ദേഷ്യമൊന്നുമില്ല. അവർ എസ്പെഷ്യലി അവിടുത്തെ മുസ്ലിം വിമൻ അവരുടെ അധികാരങ്ങൾ വളരെ ബോധവാരികളാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലും സാമൂഹ്യ രംഗത്ത് പലയിടത്തും ഭയങ്കര ആക്റ്റീവാണ്. അവരാകെ അവിടെ പുറതയിട്ട് നടക്കുന്ന ഇറാനിയൻ പെണ്ണുങ്ങളെ കാണാൻ വളരെ കുറവാണ്. മുടി അവർ ഹിജാബ് അത് ധരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു തരത്തിൽ ഒരു വിപ്ലവത്തോടു കൂടി കുറേ കൂടി എന്താ പറയുന്ന ഒരു ജനാധിപത്യ രീതിയിൽ ഒരു സംവിധാനം ഉരുത്തിരിയാനായിട്ട് ബൈ പ്രോക്സി അമേരിക്കയുടെ സഹായം ഉണ്ടാകുന്നു. അത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് തന്നെയാണ് വെനിസ്വലയിൽ നടന്നിരിക്കുന്നത്. വെനിസ്വലയിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു തീരെ വൃത്തികെട്ട രൂപത്തിൽ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും വലിയ സമ്പത്തുള്ള ഒരു നാട്ടിൻ്റെ ആളുകളെ പാവപ്പെട്ട രീതിയിലാക്കി തീർത്തൊരവസ്ഥ. ഇതിൻ്റെ വേറൊരു മറുവശം തന്നെയാണ് ഇപ്പം വെനിസ്വലയുടെ ഇനി പണ്ട് യുദ്ധം കഴിഞ്ഞിട്ട് ജപ്പാൻ്റെ കാര്യം പറഞ്ഞ പോലെ അമേരിക്കൻ സഹായത്തോടെ അവരൊരു മഹാശക്തിയായി വന്നില്ലേ. അതുപോലെ വെനിസ്വലയും സാമ്പത്തികമായിട്ടും മുന്നേറും. അതിൻ്റെ ന്യായവശങ്ങൾ ഒരു രാജ്യത്തിന് ഇങ്ങനെ അവിടുത്തെ പ്രസിഡൻറ്റിന് കിടപ്പ് മുറിയിൽ നിന്ന് തൂക്കിക്കൊണ്ടുപോകാനോ ഉള്ള അധികാരമുണ്ടോ ഇതൊക്കെ ചോദിക്കാം. എനിക്കതിന് വ്യക്തമായ മറുപടിയൊന്നുമില്ല. ഇതേ തരത്തിലാണിപ്പോൾ ക്യൂബയുമായിട്ടും അമേരിക്ക ഇടപെടാൻ പോകുന്നതെന്നുള്ള ധ്വനികളുണ്ട്. ക്യൂബയിലും ഞാൻ പോയിരുന്നു. ഇത് നമുക്ക് വളരെ സ്വപ്നതുല്യമായ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. പക്ഷേ ദാരിദ്ര്യമാണ് അവിടെ, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഗുണ്ടാനബേ എന്ന് പറഞ്ഞ അമേരിക്കൻ ബേസ്, ഞാൻ വിചാരിച്ചു ക്യൂബക്കാർ സമരം ചെയ്ത് അവിടെ ജോലി കിട്ടാനായിട്ടുള്ള ഒരു ക്യൂബക്കാരൻ്റെ ആഗ്രഹം. കാരണം നല്ല ശമ്പളവും ഭയങ്കര ഡീസൻ്റ്, ക്യൂബയിൽ ഏറ്റവും ഡീസൻ്റായിട്ട് ഭരണം നടക്കുന്നതുമൊക്കെ ആ അമേരിക്ക ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന പാട്ടത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ആ ഗുണ്ടാനബേ ബേസാണ്. ഇപ്പം ചുരുക്കത്തിൽ അമേരിക്കയുടെ ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഒരു കാലത്ത് ഹവാന ഹിൽട്ടൺ എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു ടൂറിസത്തിൻ്റെ പറുദീസയല്ലായിരുന്നു. ആ തരത്തിൽ ടൂറിസം തൊട്ട് പല രംഗങ്ങളിലും അമേരിക്കയുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ സാമ്പത്തിക സഹായം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പോർട്ടോറിക്കയെ പോലെ ക്യൂബയും ഈ പറയുന്ന ദാരിദ്ര്യ രേഖയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അമേരിക്കൻ സന്നാഹം അവിടെ ഉണ്ടായാൽ എനിക്ക് വലിയ ഖേദമുണ്ടാകില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.